RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025ഓടുകൂടി നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. So first question, what type of attachment do human teeth have in the jawbone? Option A, thecodont, option B, acrodont, option C, pleurodont, or option D, amphicodont. Human teeth in the jawbone ഉണ്ടാവുന്ന type of attachment നമ്മൾ എന്താണ് വിളിക്കുന്നത്? Okay, so the correct answer is option A, thecodont dentition. നമ്മുടെ ജോബോണിലുള്ള കുറച്ച് സോക്കറ്റ്സിലാണ് ഹ്യൂമൻ ടീത്തിന് എംബഡ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ thecodont dentition എന്ന് വിളിക്കുന്നത്. Second question, which of the following correctly represents the dental formula of humans? Option A, 2132 by 2132. Option B, 2123 by 2123. Option C, 2321 by 2321. Or option D, 3122 by 3122. Any idea? B. Yes, so the correct answer is option B, 2123 by 2123. അതായത് 2 incisors, 1 canine, 2 premolars and 3 molars. ഇതാണ് നമ്മൾ ഹ്യൂമൻസിന്റെ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. ഓരോ ഓർഗാനിസംസിലും ഓരോ ഡെന്റൽ ഫോർമുല ആയിരിക്കും. Third question, what is the function of frenulum in the oral cavity? Option A, secrete saliva. Option B, attaches the tongue to the floor of mouth. Option C, houses taste buds. Or option D, protects the teeth. Frenulathinte function. Okay, so the answer ഞാൻ അറിയാതെ കാണിച്ചു. The correct answer is option B, attaches the tongue to the floor of the mouth. Okay, one more question. Where is the pyloric sphincter located? Option A, between the esophagus and stomach. Option B, between the stomach and duodenum. Option C, between the small intestine and large intestine. Or option D, at the opening of rectum. Pyloric sphincter എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചത്. Any guesses? Like answer എന്തായിരിക്കും? Okay, so like നിങ്ങൾ answers പറഞ്ഞാൽ it would be more engaging or like the classes would be dry. So the correct answer for this is option B, between the stomach and duodenum. Pyloric sphincter, അതായത് സ്റ്റമക്കിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് പൈലോറസ് എന്ന് പറയുന്നത്. പൈലോറസ് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡുവഡീനം ആണ്. അപ്പം അതിന്റെ ഇടയിലുള്ള ആ ഒരു സ്ഫിങ്ക്ചറാണ് നമ്മൾ പൈലോറിക് സ്ഫിങ്ക്ചർ എന്ന് പറയുന്നത്. സ്റ്റമക്കും ഈസോഫേഗസിനെയും തമ്മിലുള്ള ഗാർഡ് ചെയ്യുന്ന സ്ഫിങ്ക്ചർ ആണ് ഗേസ്ട്രോ ഈസോഫേഗിയൻ സ്ഫിങ്ക്ചർ എന്ന് പറയുന്നത്, ഓർ ഗാസ്ട്രോ ഈസോഫേഗിയൻ സ്ഫിങ്ക്ചർ. Next question, what is the primary function of fundus in the stomach? Secretion of gastric juice, storage of food, passage of food from esophagus to stomach,
or option D, grinding and mixing of food? Stomachile fundus in the primary. Option B. Option B. Yes. So the correct answer is option B, storage of food. Passage of food എന്ന് പറയുന്നത് കാർഡിയാക്കിന്റെ ആണ്. Then secretion of gastric juice ആണ് നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷൻ. ഗ്രൈൻഡിങ് ആൻഡ് മിക്സിംഗ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ്, പൈലോറസിലാണ് നടക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നമ്മളിപ്പം പറഞ്ഞത് എലിമെന്ററി കനാലിലെ ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓരോ പാർട്സ്, മൗത്ത്, ബക്കൽ കാവിറ്റി, ഈസോഫേഗസ്, ഫാരിങ്സ്, അങ്ങനെ നമ്മൾ ഓരോ പോർഷൻസ് പറഞ്ഞു. അപ്പം എലിമെന്ററി കനാൽ എടുക്കുമ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എ മസ്കുലർ ഓർഗൻ, മെയിൻലി മസിലോൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ എലിമെന്ററി കനാൽ, ഈ ഒരു ട്യൂബിനെ നമ്മൾ കട്ട് ചെയ്ത് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ 4 ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഈസോഫേഗസ് മുതൽ റെക്റ്റം വരെയുള്ള എലിമെന്ററി കനാലിൽ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്താൽ 4 ലെയേഴ്സ് ആണ് ഉണ്ടാവുക. സെറോസ, മസ്കുലാറിസ്, സബ് മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ. സെറോസ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, ഒരു തിൻ ലെയർ ആണ് സെറോസ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് മസ്കുലാറിസ്. മസ്കുലാറിസ് എന്ന് പറയുന്നത് മസിലോൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 2 കാണുന്ന ലെയറും മസ്കുലാറിസ് ആണ്. അതിന് ഏറ്റവും ചെറിയൊരു കവറിംഗ് ആണ് സെറോസ. പിന്നെ അതിനുള്ളിൽ സബ് മ്യൂക്കോസ, ഏറ്റവും ഉള്ളിൽ മ്യൂക്കോസ, ഏറ്റവും ഇന്നമോസ്റ്റ് ലെയർ ആണ് മ്യൂക്കോസ എന്ന് പറയുന്നത്. പിന്നെ അതിനുള്ളിലുള്ള ക്യാവിറ്റീനാണ് നമ്മൾ ല്യൂമൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ല്യൂമൻ എന്ന് പറയുന്നതിലൂടെയാണ് നമ്മുടെ ഫുഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഔട്ടർമോസ്റ്റ് സെറോസ, മസ്കുലാറിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. ഓക്കെ, so first one is serosa. Serosa is the outermost layer. അത് നമ്മൾ മീസോത്തീലിയം എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ തിൻ മീസോത്തീലിയം വിത്ത് കണക്റ്റീവ് ടിഷ്യൂസ്. സെറോസ ഉണ്ടാക്കിയിരിക്കുന്നത് മീസോത്തീലിയം, എപ്പിത്തീലിയം സെൽസ് വെച്ചിട്ട് കണക്റ്റീവ് ടിഷ്യൂസിന്റെ കൂടെയാണ് സെറോസ ഉണ്ടാക്കിയിരിക്കുന്നത്. മീസോത്തീലിയം എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസിന്റെ ഉള്ളിൽ ചുറ്റും ഒരു കവറിങ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പൊതുവെ എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് ഒരു എപ്പിത്തീലിയം ഉണ്ട്, എല്ലാത്തിനും എപ്പിത്തീലിയം ഉണ്ട്. അപ്പം ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ വിസറൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ബോഡീന്റെ ഉള്ളിൽ കാണുന്ന ഓർഗൻസിനാണ് നമ്മൾ വിസറൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ വിസറൽ ഓർഗൻസിന്റെ ഒക്കെ എപ്പിത്തീലിയത്തിനാണ് നമ്മൾ മീസോത്തീലിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സെറോസ ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ. രണ്ടാമത്തെ ലെയർ ആണ്, അതല്ലെങ്കിൽ സെക്കൻഡ് ഇന്നർ ലെയർ ആണ് മസ്കുലാറിസ്. മസ്കുലാറിസ് ഇസ് ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ്. ബോഡിയിൽ നമുക്ക് 3 ടൈപ്പ് മസിൽസ് ഉണ്ട്. സ്മൂത്ത് മസിൽസ്, സ്കെലിറ്റൽ മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. ഓക്കെ, സ്മൂത്ത് മസിൽസ് ആണ് നമ്മുടെ ബോഡീന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിലൊക്കെ, അതായത് വിസറൽ ഓർഗൻസിലൊക്കെ ഉള്ള മസിൽ എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽ ആണ്. സ്കെലിറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൂവ്മെന്റിനൊക്കെ, കയ്യിലും കാലിലും ഒക്കെ നമ്മുടെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽസ്. കാർഡിയാക് മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാർഡിയാക് മസിൽ വെച്ചിട്ടാണ്. സ്മൂത്ത് മസിലിന്റെയും സ്കെലിറ്റൽ മസിലിന്റെയും ഡിഫറൻസ് എന്താ വെച്ചാൽ, സ്കെലിറ്റൽ മസിൽസ് ആർ വോളണ്ടറി മസിൽസ്. അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യാം. നമ്മുടെ മൂവ്മെന്റിനൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്കെലിറ്റൽ മസിൽസ് അല്ലെങ്കിൽ വോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. സ്മൂത്ത് മസിൽസ് നേരെ ഓപ്പോസിറ്റ് ആണ്. സ്മൂത്ത് മസിൽസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദീസ് ആർ ഇൻവോളണ്ടറി മസിൽസ്. അപ്പൊ അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ നീങ്ങുള്ളൂ, നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. ഈ മസ്കുലാറിസ് എന്ന് പറയുന്ന ലെയർ തന്നെ 2 ലെയേഴ്സ് ഉണ്ട്. ഇന്നർ സർക്കുലർ ലെയർ ആൻഡ് ഔട്ടർ ലോങ്ങിറ്റ്യൂഡിനൽ ലെയർ. ഇതുണ്ടോ, ഇന്നർ സർക്കുലർ ലെയർ ആണ്. അതായത് നമ്മുടെ ഈ മസിൽ ലെയർ ഇങ്ങനെ സർക്കിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ. ഔട്ടർ ലോങ്ങിറ്റ്യൂഡിനൽ ലെയർസ് എന്ന് പറയുമ്പോൾ ഇത് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് ചെയ്യുന്നത്. ഔട്ടർ ലെയർ ഇങ്ങനെ, അതായത് ഒരറ്റത്ത് നിന്ന് നമുക്ക് മൗത്ത് നിന്ന് എടുക്കാം, മൗത്ത് നിന്ന് ആനസ് വരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക. അതിനോട് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ മസിൽസ് എന്ന് പറയുന്നത്. ഉള്ളത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബിനെ ഇങ്ങനെ ചുറ്റി ആണ് കറങ്ങുന്നത്. സോ ഇന്നർ സർക്കുലർ ലെയർ, ഔട്ടർ ലോങ്ങിറ്റ്യൂഡിനൽ ലെയേഴ്സ്, ആൻഡ് ചില റീജിയൻസിൽ കുറച്ച് ഡയഗണൽ ആയിട്ടൊക്കെ ഉള്ള മസിൽ ലെയർ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള. അതിനാണ് നമ്മൾ ഒബ്ലിക് മസിൽ ലെയർ എന്ന് പറയുന്നത്. സോ മസ്കുലാറിസ് ഇസ് ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ്. നെക്സ്റ്റ് ലെയർ ആണ് സബ് മ്യൂക്കോസ. സബ് മ്യൂക്കോസ ഇസ് ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ്. നമ്മുടെ ഫസ്റ്റത്തത് സെറോസയാണ്. സെറോസ എപ്പിത്തീലിയം ആണ്, തിൻ മീസോത്തീലിയം വിത്ത് കണക്റ്റീവ് ടിഷ്യൂസ്. മസ്കുലാറിസ് ഇസ് ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ്.
Then submucosa is formed of loose connective tissue. സബ്മ്യൂക്കോസയിലാണ് നമുക്ക് നമ്മുടെ അലിമെന്ററി കനാലിന് വേണ്ടിയിട്ടുള്ള നെർവ്സ്, ബ്ലഡ് വെസൽസ്, ലിംഫ് വെസൽസ് ഇതൊക്കെ ഉള്ളത് സബ്മ്യൂക്കോസ ലെയറിലാണ്. പിന്നെ അതുപോലെ തന്നെ ഡുവഡീനത്തിലുള്ള ഗ്ലാൻഡുകളൊക്കെ, അതായത് ഡുവഡീനത്തിലുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഒക്കെ ഉണ്ടാവുന്നത് സബ്മ്യൂക്കോസയിലാണ്. സോ ഗ്ലാൻഡ്സ് പ്രസന്റ് ഇൻ ദ സബ്മ്യൂക്കോസ ഓഫ് ഡുവഡീനം. ഡുവഡീനത്തിന് വേണ്ടിയിട്ടുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഒക്കെ ഉള്ളത് എവിടെയാന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ സബ്മ്യൂക്കോസ. നെക്സ്റ്റ് മ്യൂക്കോസ. അപ്പൊ മ്യൂക്കോസയാണ് ഇന്നർമോസ്റ്റ് ലെയർ, ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ് മ്യൂക്കോസ. മ്യൂക്കോസ എന്ന് പറയാൻ കാരണം നമ്മുടെ മ്യൂക്കസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് മെയിൻലി ഈ ലെയർ ആയിരിക്കും. മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് പോലെ, ഒരു തിക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഫ്ലൂയിഡ് ആണ്. നമ്മുടെ ഫുഡിനൊക്കെ കുറച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഇൻ ദ അലിമെന്ററി കനാൽ. പിന്നെ മ്യൂക്കോസ എടുക്കുകയാണെങ്കിൽ സ്റ്റമക്കിലും മ്യൂക്കോസ ഉണ്ട്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, എല്ലാ ലെയറിലും സ്ഥലത്ത് മ്യൂക്കോസ ഉണ്ട്. അപ്പൊ സ്റ്റമക്കിനുള്ളത് മ്യൂക്കോസ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ലെയറിന് എടുക്കുകയാണെങ്കിൽ സ്റ്റമക്കിനുള്ളിൽ അതിങ്ങനെ കുറെ ഇറഗുലർ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഫോൾഡിനാണ് നമ്മൾ റൂഗ എന്ന് വിളിക്കുന്നത്. സോ സ്റ്റമക്കിൽ ഇത് ഇറഗുലർ ഫോൾഡ്സ് ആർ റെഫേർഡ് ടു ആസ് റൂഗിങ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തുമ്പം ആ ഇറഗുലർ ഫോൾഡിങ്സ് നമ്മൾ വില്ലൈ എന്നാണ് വിളിക്കുന്നത്. സോ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ കുറച്ചും കൂടെ റെഗുലർ ആയിട്ട് സ്മോൾ ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ് ആയിരിക്കും, അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഫോൾഡിങ്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വില്ലൈ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇറഗുലർ ഫോൾഡ് ഇൻ സ്റ്റമക്ക് ഇസ് കോൾഡ് റൂഗെ. സ്മോൾ ഫിംഗർ ലൈക്ക്, ചെറിയ ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ് ഇൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഇസ് കോൾഡ് വില്ലൈ. കൺഫ്യൂസ് ആവരുത്, സ്റ്റമക്ക് റൂഗെ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ വില്ലൈ. പിന്നെ മ്യൂക്കോസയിലുള്ള എപ്പിത്തീലിയം. സോ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ കുറെ ടൈപ്പ് സെൽസ് ഉണ്ട്. അതിലുള്ളൊരു ടൈപ്പ് സെല്ലാണ് ഗോബ്ലെറ്റ് സെൽസ്. ഈ ഗോബ്ലെറ്റ് സെൽസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് മ്യൂക്കസ് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. മ്യൂക്കോസൈൽ ലെയറിൽ കുറെ ഗ്ലാൻഡുകൾ ഉണ്ട്. സ്റ്റമക്കിലുള്ള ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ഇസ് പ്രസന്റ് ഇൻ മ്യൂക്കോസ. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റെസ്റ്റൈനിന്റെ വില്ലൈന്റെ ഇടയിൽ, വില്ലൈ എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണല്ലോ, ഫോൾഡിങ്സ് ആണല്ലോ, അതിന്റെ ഒക്കെ അടിഭാഗത്ത് ബേസ് റീജൻസിൽ കുറച്ച് ഗ്ലാൻഡുകൾ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ക്രിപ്സ് ഓഫ് ലിബർക്കൺ എന്ന് വിളിക്കുന്നത്. സോ ഇത് ക്രിപ്സ് ഓഫ് ലിബർക്കൺ, ആ പേര് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് വില്ലൈ ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ. ആൻഡ് അതേപോലെ തന്നെ ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ഇൻ സ്റ്റമക്ക്. ഈ രണ്ട് ഗ്ലാൻഡുകളും മ്യൂക്കോസ ലെയറിലാണ് ഉള്ളത്. സോ വില്ലൈ എന്ന് പറയുന്നത് ദീസ് ആർ സ്മോൾ ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ്. അതിന്റെ പ്രത്യേകത നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡിന്റെ അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ കൂട്ടും. അതായത് ഇപ്പം ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മ്യൂക്കോസ. ഈ മ്യൂക്കോസയ്ക്ക് ചിലപ്പം 2 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതേ ഒരു ഏരിയയിൽ നമ്മുടെ മ്യൂക്കോസ ഇങ്ങനെ കുറെ ഫിംഗർ ലൈക്ക് ആയിട്ട് ഇങ്ങനെ പ്രൊജക്ഷൻസ് ഒക്കെ നടത്തിയാല് ഇവിടെ ഈ ഒരു ഏരിയ വല്ലാണ്ട് കൂടുന്നുണ്ട്, സർഫസ് ഏരിയ വല്ലാണ്ട് കൂടുന്നുണ്ട്. അപ്പൊ കുറെ ഫുഡിനൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ എനോമസ്ലി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വില്ല എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അപ്പൊ വില്ലന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് സർഫസിൽ കുറെ സെല്ലുകളുണ്ട്, ലൈനിങ് ആയിട്ട് സെല്ലുകളുണ്ട്. ഈ സെല്ലിന്റെ ഒക്കെ അറ്റം വീണ്ടും കുറെ ഹെയർസ് ഉണ്ടായിരിക്കും. ഓരോ സെല്ലിലും കുറെ ഹെയർസ് ഉണ്ടായിരിക്കും. ഈ സ്മോൾ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് നമ്മൾ മൈക്രോ വില്ല എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് എ ബ്രഷ് ബോർഡർ അപ്പിയറൻസ്, കുറച്ച് ബ്രഷ് പോലത്തെ ബോർഡർ അപ്പിയറൻസ് കൊടുക്കും എല്ലാം. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ വില്ലൈന്റെ ഉള്ളിലോട്ട് ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിലുള്ള മെയിൻ ആയിട്ടുള്ള ലാർജ് ലിംഫ് വെസൽ ഉണ്ട്. ആ ലാർജ് ലിംഫ് വെസലിനെയാണ് നമ്മൾ ലാക്ടിയൽ എന്ന് വിളിക്കുന്നത്. സോ ഇതുണ്ടോ, ദിസ് ഇസ് വില്ലൈ. വില്ലയില് കുറെ സെല്ലുകളുണ്ട്. ആൻഡ് വില്ലൈന്റെ ഉള്ളിലുള്ള മെയിൻ ആയിട്ടുള്ള ലിംഫ് വെസൽ, അതിനാണ് നമ്മൾ ലാക്ടിയൽ എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ വില്ലയിലെ ഉള്ളിലോട്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്, വെയിൻസ്, കാപ്പിലറീസ്, ആർട്ടറീസ്, ഇതൊക്കെ നമ്മുടെ വില്ലയിലെ ഉള്ളിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസ് ആണ്. പിന്നെ എന്തുണ്ടോ, വില്ലൈന്റെ ബേസിലുള്ള ഈ ഒരു ഉള്ളിലോട്ടുള്ള പ്രൊജക്ഷൻ ആണ് നമ്മൾ ക്രിപ്സ് എന്ന് പറയുന്നത്, ക്രിപ്സ് ഓഫ് ലിബർക്കൺ. വില്ലൈന്റെ ബേസിലാണ് ഇത് കാണുന്നത്. ദീസ് ആർ വില്ലൈ. ഇതൊക്കെ വില്ലയാണ്. ഈ ഫിംഗർ ലൈക്കുള്ള പ്രൊജക്ഷൻസ് വില്ലയാണ്. വില്ലൈന്റെ ഔട്ടർ മോസ്റ്റ് സർഫസ് എടുക്കുന്ന കുറെ സെല്ലുകളുണ്ട്. ആ സെല്ലിന്റെ അവിടെ മേലെ കുറെ ഫിംഗർ ലൈക്ക് ഇങ്ങനെ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടോ, അതിനാണ് നമ്മൾ മൈക്രോ വില്ല എന്ന് പറയുന്നത്. ദെൻ ദിസ് ഇസ് ലാക്ടിയൽ. പിന്നെ വെയിൻസ്, ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. ഈ ഹോൾസിനാണ് നമ്മൾ ക്രിപ്സ് ഓഫ് ലിബർക്കൺ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള സെൽസ് ആണ് പാനറ്റ് സെൽസ്. ഓക്കെ, സോ ദീസ് വേർ ദി സ്ട്രക്ചേഴ്സ്
അല്ലെങ്കിൽ നമ്മുടെ അലിമെന്ററി കനാലിലെ ഡിഫറെന്റ് വാൾസ്. ഞാൻ അതിന്റെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. Which layer of alimentary canal is the outermost layer? Very easy question. Option A mucosa, option B submucosa, option C muscularis, or option D serosa. Which is the outermost layer? Yeah, the correct answer is option D serosa. Outermost layer എന്ന് പറയുന്നത് സെറോസയാണ്. What type of muscle forms the muscularis layer of the alimentary canal? Option A skeletal muscle, option B smooth muscle, option C cardiac muscle, or option D striated muscle. Muscularis, yes, muscularis layeriലുള്ള മസിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്മൂത്ത് മസിൽ ആണ്. സ്ട്രയേറ്റഡ് മസിൽസ് വെച്ചാൽ നമ്മുടെ സ്കെലിറ്റൽ മസിൽസിന്റെ വേറെ തന്നെ ഒരു പേരാണ് സ്ട്രയേറ്റഡ് മസിൽസ്. അതായത് നമ്മുടെ സ്കെലിറ്റൽ മസിൽസിൽ കുറെ വരകൾ ഉണ്ടാവും, സ്ട്രയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്. സ്മൂത്ത് മസിൽസിൽ അങ്ങനെ വരകളൊന്നുമില്ല, സ്ട്രയേഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് സ്മൂത്ത് ആയിട്ടാണ് കാണുന്നത്. സോ ഇറ്റ് ഇസ് റെഫർഡ് ടു ആസ് സ്മൂത്ത് മസിൽസ്. Next question. Which structure in the mucosa of small intestine increases the surface area for absorption? Option A rugae, option B villi, option C goblet cells, or option D lacteal. സ്മോൾ ഇൻഡസ്റ്റൈനിലെ സർഫസ് ഏരിയ കൂട്ടുന്ന സ്ട്രക്ചേഴ്സ് ഏതാണ്? അബ്സോർപ്ഷൻ ഒക്കെ സർഫസ് ഏരിയ കൂട്ടുന്ന സ്ട്രക്ചർ ഏതാണ്? Okay, so the correct answer is option B villi. നമ്മുടെ ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ്, സ്മോൾ ഇൻഡസ്റ്റൈൻ ഉള്ള ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ് ആണ് villi. ഇത് നമ്മുടെ അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ കൂട്ടും. റൂഗെ എന്ന് പറയുന്നത് സ്റ്റമക്കിലുള്ള ഇറഗുലർ ഫോൾഡുകളാണ് റൂഗെ. Next question. What is the function of goblet cells in the mucosa? Option A absorb nutrients, option B secrete digestive enzymes, option C secrete mucus for lubrication, or option D produce hormones. മ്യൂക്കോസയിലുള്ള ഗോബ്ലറ്റ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? Any idea? Option C ആണ്. Yes, correct answer is option C. Secretes mucus for lubrication. ഇപ്പം അതായത് നമ്മൾ പറഞ്ഞു മ്യൂക്കോസ എന്ന് പറയാൻ കാരണം നമ്മുടെ കൂടെ കുറെ മ്യൂക്കസ് ഒക്കെ സെക്രീറ്റ് എന്ന ലെയർ ആയതുകൊണ്ടാണ് നമ്മൾ മ്യൂക്കോസ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലെയറിൽ മ്യൂക്കോസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസിനാണ് നമ്മൾ ഗോബ്ലറ്റ് സെൽസ് എന്ന് പറയുന്നത്. മ്യൂക്കസിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഫുഡ് എലിമെന്ററി കനാലിലൂടെ സഞ്ചരിക്കുന്ന ആ ഫുഡ് കുറച്ചും കൂടെ പെട്ടെന്നൊക്കെ സ്മൂത്ത് ആയിട്ട് കടന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്, ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. അതൊരു ഫ്ലൂയിഡ് പോലത്തെ സ്ട്രക്ചർ, കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ സാധനമാണ്. നെക്സ്റ്റ്, which part of the alimentary canal has irregular folds called rugae? Option A esophagus, option B stomach, option C small intestine, or option D large intestine. Irregular folds called rugae, അത് ഏത് സ്ട്രക്ചറിലാണുള്ളത്, ഏത് പാർട്ടിലാണുള്ളത്? Stomach. Yes, correct answer is stomach. ഈസോഫേഗസിൽ ഫോൾഡുകളൊന്നുമില്ല, ലാർജ് ഇൻഡസ്റ്റൈനിൽ അങ്ങനെ നമ്മളൊന്നും പറഞ്ഞില്ല. സ്മോൾ ഇൻഡസ്റ്റൈനുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് വില്ലയാണ്, ആൻഡ് സ്റ്റമക്കിലാണ് റൂഗെ എന്ന് പറഞ്ഞ ഇറഗുലർ ഫോൾഡ്സ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ 2 ടോപ്പിക്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. അപ്പൊ നമ്മൾ അലിമെന്ററി കനാൽ പറഞ്ഞു, പിന്നെ അലിമെന്ററി കനാലിന്റെ ലെയേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് കംസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്താണ്? നമ്മുടെ ഫുഡിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഓർഗൻസ് ആണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിന്റെ പ്രത്യേകത പറഞ്ഞു, ദീസ് ആർ എക്സോക്രൈൻ. എക്സോക്രൈൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതായത് ബ്ലഡിലോട്ട് ഡയറക്ട്ലി റിലീസ് ചെയ്യില്ല, പകരം ചില ഡക്റ്റിലൂടെ, സർട്ടൺ ഡക്ട്സ് വഴി എൻസൈംസിനൊക്കെ റിലീസ് ചെയ്യുന്ന ഓർഗൻസിനാണ് നമ്മൾ എക്സോക്രൈൻ ഓർഗൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കുറെ ഗ്ലാൻഡുകളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സലൈവറി ഗ്ലാൻഡ്സ്. സലൈവറി ഗ്ലാൻഡ്സ് ബക്കൽ ക്യാവിറ്റിയിലാണുള്ളത്, അതായത് ബക്കൽ ക്യാവിറ്റി ഓർ ഓറൽ ക്യാവിറ്റിയിലാണ് സലൈവറി ഗ്ലാൻഡ്സ് ഉള്ളത്. സലൈവറി ഗ്ലാൻഡ്സ് നമുക്ക് മെയിൻ ആയിട്ട് 3 pairs ഓഫ് ഗ്ലാൻഡ് ആണ് ഉള്ളത്. സോ 3 pairs ഓഫ് സലൈവറി ഗ്ലാൻഡ്സ്. ഒന്ന് പരോട്ടിഡ് ഗ്ലാൻഡ്, then sublingual gland,
സബ് മാൻഡിബുലാർ അല്ലെങ്കിൽ സബ് മാക്സിലറി ഗ്ലാൻഡ്. പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കവിളിൽ ആ ഒരു ഭാഗത്തുള്ള സലൈവറി ഗ്ലാൻഡിനാണ് നമ്മൾ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ചീക്ക് റീജിയനിലാണ് ഉണ്ടാവുക. സബ് ലിംഗ്വൽ എന്ന് പറയുമ്പം നാവിന്റെ അടിയിൽ, ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ ടങ് ആണ്, സബ് എന്ന് പറഞ്ഞാൽ അടിഭാഗം. സോ സബ് ലിംഗ്വൽ ഗ്ലാൻഡ്, ഓക്കെ, സബ് ലിംഗ്വൽ ഡക്ട് ആണ്. സോ സബ് ലിംഗ്വൽ ഗ്ലാൻഡ് വിച്ച് മീൻസ് ബിലോ ദി ടങ്. സബ് മാൻഡിബുലാർ ഡക് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോവർ ജോ, മാൻഡിബിൾ എന്ന് പറയുമ്പോൾ ലോവർ ജോയിനാണ് ഉദ്ദേശിക്കുന്നത്. സബ് മാൻഡിബുലാർ ഗ്ലാൻഡ് ലോവർ ജോയിന്റെ അടിയിലായിട്ടാണ് ഈ ഗ്ലാൻഡിനെ കാണുന്നത്. സോ പരോട്ടിഡ്സ് ഓൺ ദി ചീക്ക് ഗ്ലാൻഡ്, സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ ഗ്ലാൻഡ് ലോവർ ജോയിലായിട്ടാണ് ഉണ്ടാവുക. സബ് ലിംഗ്വൽ എന്ന് പറയുമ്പോൾ ബിലോ ദ ടങ്. ദീസ് ആർ ദി 3 മെയിൻ സലൈവറി ഗ്ലാൻഡ് പെയേഴ്സ്. സലൈവറി ഗ്ലാൻഡ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? സലൈവ. സോ ഇറ്റ് സെക്രീറ്റ്സ് സലൈവ ഇൻടു ദി ബക്കൽ കാവിറ്റി. അതായത് നമ്മുടെ ഉമിനീരിനാണ് നമ്മുടെ സലൈവ എന്ന് പറയുന്നത്. ഈ ഒരു സലൈവയില് അല്ലെങ്കിൽ ഉമിനീരില് കുറെ കോമ്പണൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ കോമ്പോസിഷൻ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്: മ്യൂക്കസ്, സലൈവറി അമൈലേസ്, ലിംഗ്വൽ ലിപ്പേസ്, ലൈസോസൈം, ഇലക്ട്രോലൈറ്റ്സ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഓർ IgA. ഇതൊക്കെയാണ് നമ്മുടെ സലൈവ അല്ലെങ്കിൽ ഉമിനീരിലുള്ള കോമ്പണൻസ്. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആണ്. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫുഡിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുഡിനെ ബൈൻഡ് ചെയ്ത് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട്, ലൂബ്രിക്കേഷൻ ഒക്കെയാണ് മ്യൂക്കസ് ഹെൽപ്പ് ചെയ്യുന്നത്. ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് അതിനൊരു ഒരു ബോൾ പോലത്തെ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് മാറ്റും. അതിനാണ് നമ്മൾ ബോളസ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഫുഡ് മൗത്തിലെത്തി, മൗത്തിൽ നമ്മൾ വായിലിങ്ങനെ ഫുഡിനെ ചവച്ചരച്ച് പേസ്റ്റ് പോലെ ആക്കും. അത് എന്നിട്ട് സലൈവ വരുമ്പോൾ സലൈവയുള്ള മ്യൂക്കസ് കോട്ട് ചെയ്ത് കുറെ ബോൾസ് പോലുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറ്റും. അതിനാണ് നമ്മൾ ബോളസ് എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ള 2 എൻസൈംസ് ആണ് സലൈവറി അമൈലേസ് ആൻഡ് ലിംഗ്വൽ ലിപ്പേസ്. സലൈവറി അമൈലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിലുള്ള സ്റ്റാർച്ചിന്റെ ഡൈജഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമൈലേസ് എന്ന് പറയുന്നത് ഇവിടെ കാർബോഹൈഡ്രേറ്റ്സിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒക്കെ ചെറിയ സിമ്പിൾ ഫോംസ് ആണ് അമൈലേസ് എന്നൊക്കെ പറയുന്ന വാക്കിന് ഉദ്ദേശം. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഫുഡിൽ മെയിൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡ്സും ആണ് ഉള്ളതെന്ന് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ളതാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് സലൈവറി അമൈലേസ്. ദെൻ യു ഹാവ് ലിംഗ്വൽ ലിപ്പേസ്. ലിംഗ്വൽ ലിപ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ലിപ്പേസ്, അതായത് ലിപ്പിഡ്സ് ഒക്കെ ഏതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫാറ്റിനെയാണ്. അപ്പൊ ഫാറ്റ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ലിംഗ്വൽ ലിപ്പേസ്. സലൈവറി അമൈലേസ് സ്റ്റാർച്ച് ഡൈജഷൻ, ലിംഗ്വൽ ലിപ്പേസ് ഫാറ്റ് ഡൈജഷൻ. പിന്നെ ലൈസോസൈം. ലൈസോസൈം ഇസ് എൻ എൻസൈം ദാറ്റ് കിൽസ് ബാക്ടീരിയ. നമ്മൾ ഫുഡിൽ കഴിക്കുന്ന ഫുഡിലൊക്കെ ചിലപ്പം രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ബാക്ടീരിയകളും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് ലൈസോസൈം. പിന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ മൗത്തിൽ കുറച്ച് pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം, പൊട്ടാഷ്യം, ക്ലോറിൻ, ഫോസ്ഫേറ്റ്, ബൈകാർബണേറ്റ്സ്, ഇതിങ്ങനത്തെ ഒക്കെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബാക്ടീരിയനൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു ആന്റിബോഡി, ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഓർ IgA, ഇത് നമ്മുടെ സലൈവയിലുണ്ട്. നമ്മുടെ ബോഡിയിൽ കുറെ ടൈപ്പ് ആന്റിബോഡീസ് ഉണ്ട്. IgA, IgG, പിന്നെ IgE, ഇങ്ങനത്തെ ഒക്കെ കുറെ ആന്റിബോഡീസ് ഉണ്ട്. സലൈവയിൽ കാണുന്ന ആന്റിബോഡി ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് IgA ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. ഇറ്റ് ഇസ് ആൻ ആന്റിബോഡി, ബാക്ടീരിയനൊക്കെ കൊല്ലുന്ന അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ആന്റിബോഡി. ഓക്കെ, സോ ദാറ്റ് വാസ് അബൌട്ട് സലൈവ. നെക്സ്റ്റ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ് ലിവർ. So liver is the largest gland in the body. ബോഡിയിലുള്ള ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ലിവർ. ഇറ്റ് വെയ്സ് അബൌട്ട് 1.2 to 1.5 കിലോഗ്രാം ഇൻ an adult human. നമ്മുടെ ബോഡിയിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് ഉണ്ടാവുക, ജസ്റ്റ് ബിലോ ദി ഡയഫ്രം. ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഉണ്ടാവുക ലിവർ. ലിവറിന് 2 ലോബ് ഉണ്ട്. നമ്മുടെ ലിവറിന്റെ സ്ട്രക്ചർ എടുത്താൽ ഒരു വലിയൊരു ലോബും ഉണ്ടാവും, ഒരു ചെറിയൊരു ലോബും ഉണ്ടാവും. ഇങ്ങനെയാണ് ലിവർ ഏകദേശം കാണുന്നത്. 2 ലോബ് ഉണ്ട്. ഈ ലിവറിന്റെ ഉള്ളില് നോക്കുകയാണ്, ലിവറിന് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലിവർ. അതായത് ലിവർ ഉണ്ടാക്കിയിരിക്കുന്ന കുറെ ലൊബ്യൂൾസ് വെച്ചിട്ടാണ്, കുറെ കുഞ്ഞു കുഞ്ഞു ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ടാണ് ഈ ലിവറും ഉണ്ടാക്കിയിരിക്കുന്നത്. മോളിക്യൂൾസ് അല്ല നമ്മൾ പറയുന്നത്, ചെറിയ ബിൽഡിംഗ് ബ്ലോക്സ് പോലത്തെ സാധനങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഹെപ്പറ്റിക് ലൊബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. സോ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലിവർ ഇസ് ഹെപ്പറ്റിക് ലൊബ്യൂൾ. ഇങ്ങനെ കുറെ ഹെപ്പറ്റിക് ലൊബ്യൂൾസ് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ലിവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹെപ്പറ്റിക് ലൊബ്യൂൾസ് എടുത്താൽ ഇതിന്റെ ഉള്ളിൽ കുറെ സെല്ലുകൾ ഉണ്ടാവും. ഓരോ സെല്ലിനെയും നമ്മൾ ഹെപ്പറ്റിക് സെൽസ് എന്നാണ് വിളിക്കുന്നത്. ഈ സെൽസിനൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സ്യൂളിനാണ് നമ്മൾ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പം
ഹെപ്പറ്റിക് സെൽസ് ഉണ്ട്. ഹെപ്പറ്റിക് സെൽസ് കുറെ എണ്ണം കൂടി ചേർന്നിട്ട് ഇറ്റ് ഫോംസ് ഹെപ്പറ്റിക് ലോബ്യൂൾസ്. അങ്ങനെ കുറെ ഹെപ്പറ്റിക് ലോബ്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ലിവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ ഹെപ്പറ്റിക് ലോബ്യൂൾസിനെ കവർ ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. സോ ലിവറിൽ ഓരോ ഹെപ്പറ്റിക് ആ പേരിന്റെ മീനിങ് ലിവർ ആണ്. ഹെപ്പറ്റിക് ഇറ്റ് ഓൾ ഇൻഡിക്കേറ്റ്സ് ലിവർ. ഓക്കെ, സോ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിവറിലുള്ള ഹെപ്പറ്റിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് ബൈൽ, അല്ലെങ്കിൽ ബൈൽ ജ്യൂസ് എന്നൊക്കെ നമുക്ക് തന്നെ വിളിക്കാം. സോ ഇതിന്റെ ലിവറിലുള്ള ഹെപ്പറ്റിക് സെൽസ് ആണ് ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈല് സെക്രീറ്റ് ചെയ്യുന്നത് ഹെപ്പറ്റിക് സെൽസ്. നമ്മുടെ ഹെപ്പറ്റിക് സെൽസ് ബൈല് സെക്രീറ്റ് ചെയ്തു. ഹെപ്പറ്റിക് സെൽസ് ബൈൽ സെക്രീറ്റ് ചെയ്തത്, ലിവർ സെക്രീറ്റ് ചെയ്തു. ഈ ബൈൽ എന്നിട്ട് ലിവറിനുള്ള ഒരു ഡക്ട് ആണ് ഹെപ്പറ്റിക് ഡക്ട്. ട്യൂബ് ആണ്. ഹെപ്പറ്റിക് ഡക്ട് വഴി അത് ട്രാവൽ ചെയ്തിട്ട് വേറൊരു ഓർഗനിലോട്ട് പോകും, ഗോൾ ബ്ലാഡർ. ഹെപ്പറ്റിക് സെൽസ് പ്രൊഡ്യൂസ് ബൈൽ. ഈ ബൈൽ ട്രാവൽസ് അല്ലെങ്കിൽ പാസസ് ത്രൂ ഹെപ്പറ്റിക് ഡക്ട്. എന്നിട്ട് അതിനെ സ്റ്റോർ ചെയ്യുന്ന വേറൊരു ഓർഗൻ ആണ് ഗോൾ ബ്ലാഡർ. ഇതാണ് ഈ ഫിഗറിലുള്ളത്. ഇത് നമ്മുടെ ഹെപ്പറ്റിക് ഡക്ട് ഉണ്ട്. ഇവിടെ മേലെ ലിവർ ഉണ്ടായിരിക്കും. ലിവറിൽ നിന്ന് നമ്മുടെ ബൈല് പ്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ ഹെപ്പറ്റിക് ഡക്റ്റിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഗോൾ ബ്ലാഡർ എന്ന് പറഞ്ഞ ഓർഗനിൽ പോയി സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇവിടെ അത് കോൺസെൻട്രേറ്റ് ആവും. അതിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നത്. എന്നിട്ട് നമ്മുടെ ഡൈജഷൻ നടക്കുമ്പം നമുക്ക് ആവശ്യമുള്ളപ്പം ബൈൽ റിലീസ് ചെയ്യുന്നത് ഗോൾ ബ്ലാഡർ ആണ്. സോ ബൈല് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹെപ്പറ്റിക് സെൽസ് ഓർ ലിവർ. ബട്ട് ബൈല് സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡർ ആണ്. ഓക്കെ, കൺഫ്യൂസ് ആവരുത്. ബൈല് സെക്രീറ്റഡ് ബൈ ലിവർ, ബട്ട് ബൈല് സ്റ്റോർഡ് ഇൻ ഗോൾ ബ്ലാഡർ. എന്നിട്ട് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഡൈജഷൻ വരുമ്പം ഗോൾ ബ്ലാഡറിന്റെ ഡക്റ്റിനാണ് നമ്മൾ സിസ്റ്റിക് ഡക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിസ്റ്റിക് ഡക്റ്റും നമ്മുടെ ഹെപ്പറ്റിക് ഡക്റ്റും കൂടി ചേർന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് കോമൺ ബൈൽ ഡക്ട് ഉണ്ടാവുന്നത്. സോ സിസ്റ്റിക് ഡക്ട് പ്ലസ് ഹെപ്പറ്റിക് ഡക്ട് ഫോംസ് ദി കോമൺ ബൈൽ ഡക്ട്. അതേപോലെ തന്നെയുള്ള വേറൊരു മൂന്നാമത്തെ ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ് നമ്മുടെ പാൻക്രിയാസ്. ദിസ് ഇസ് ദി പാൻക്രിയാസ്. ഈ പാൻക്രിയാസിൽ ഉണ്ടാവുന്ന എൻസൈംസിനൊക്കെ എത്തിക്കുന്ന ഡക്റ്റിനാണ് നമ്മൾ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് ദി പാൻക്രിയാറ്റിക് ഡക്ട്. ഈ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പാൻക്രിയാറ്റിക് ഡക്റ്റും നമ്മുടെ ബൈൽ ഡക്റ്റും കൂടി ചേർന്നിട്ടാണ് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഉണ്ടാവുന്നത്. ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ bile passes through the hepatic duct. It is concentrated and stored in gallbladder. Cystic duct and the hepatic duct forms the common bile duct. പിന്നെ നമ്മുടെ കോമൺ ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും, പാൻക്രിയാസ് എന്ന് പറയുന്ന ഡക്ട് ആണ് പാൻക്രിയാറ്റിക് ഡക്ട്. ഈ കോമൺ ബൈൽ ഡക്ട് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്ട് ഫോംസ് ദി ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഏതിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്? ഡുവഡീനം. അപ്പൊ നമ്മുടെ ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ഒക്കെ റിലീസ് ചെയ്യുന്നത് ഡുവഡീനത്തിലോട്ടാണ്. കാരണം എന്താ? ഡുവഡീനത്തിലോട്ടാണ് ഈ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതാണ് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ഈ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിന്റെ ഓപ്പണിങ് റെഗുലേറ്റ് ചെയ്യുന്ന സ്ഫിങ്ചർ ആണ് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് സ്ഫിങ്ചർ. സോ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് സ്ഫിങ്ചർ സിറ്റുവേറ്റഡ് അറ്റ് ദി ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. അത് നമ്മുടെ ബൈൽ ജ്യൂസിനെയും പാൻക്രിയാറ്റിക് ജ്യൂസിനെയും ഒക്കെ ഡുവഡീനത്തിലോട്ട് റിലീസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇറ്റ് ഇസ് ഗാർഡഡ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്ഫിങ്ചർ ഓഫ് ഓഡി എന്ന് വിളിക്കാറുണ്ട്. ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് സ്ഫിങ്ചർ ഓർ സ്ഫിങ്ചർ ഓഫ് ഓഡി. അനദർ നെയിം ആണ് സ്ഫിങ്ചർ ഓഫ് ഓഡി. ക്ലിയർ? ഇവിടെ പറഞ്ഞ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ബൈലിന്റെ ആ ഒരു ഓപ്പണിങ്സും ഡക്റ്റിലും ഒക്കെ പറഞ്ഞ എന്തെങ്കിലും കൺഫ്യൂഷൻസ്? എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം, അടുത്ത സ്ട്രക്ചറിലോട്ട് പോവാം. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് ഗ്ലാൻഡ് ഇസ് പാൻക്രിയാസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളൊക്കെ എക്സോക്രൈൻ ഓർഗൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. പാൻക്രിയാസിൽ രണ്ട് പാർട്ടും ഉണ്ട്. എക്സോക്രൈൻ ടിഷ്യൂസും ഉണ്ട്, എൻഡോക്രൈൻ ടിഷ്യൂസും ഉണ്ട്. അതായത് എക്സോക്രൈൻ പോർഷൻ എന്ന് പറയുമ്പം നമുക്ക് ഡൈജസ്റ്റിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. എൻഡോക്രൈൻ പോർഷൻ എന്ന് പറയുമ്പോൾ ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്. ഹോർമോൺസ് വെച്ച് ഡൈജഷൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോർമോൺസ്.
അപ്പം 2 ടിഷ്യൂസും ഉണ്ട് പാൻക്രിയാസിൽ. അതുകൊണ്ട് നമ്മൾ അതിനെ കോമ്പൗണ്ട് ഓർഗൻ എന്നാണ് വിളിക്കുന്നത്. കോമ്പൗണ്ട് ഓർഗൻ എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് എക്സോക്രൈൻ ടിഷ്യൂസ് ആൻഡ് എൻഡോക്രൈൻ ടിഷ്യൂസ്. എക്സോക്രൈൻ ടിഷ്യൂസ് എൻസൈംസ് റിലീസ് ചെയ്യും, എൻഡോക്രൈൻ ടിഷ്യൂസ് ബോഡിയുടെ ഹോർമോൺസ് റിലീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ലിംസ് ഓഫ് ദി യു ഷേപ്പ് ഡുവഡീനം. ഡുവഡീനത്തിന്റെ ഇടയിലായിട്ടാണ് കാണുന്നത്. എക്സോക്രൈൻ പോർഷൻ സെക്രീറ്റ്സ് എൻസൈംസ്. ഈ എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ആണ് അസിനാർ സെൽസ്. എക്സോക്രൈൻ എൻസൈംസ് പാൻക്രിയാസിൽ ആരാണ് എൻസൈം സെക്രീറ്റ് ചെയ്യുന്നത്? അസിനാർ സെൽസ്. അസിനാർ സെല്ലിന്റെ ഉള്ളിൽ കുറെ തരിതരി ആയിട്ട് ഗ്രന്യൂൾസ് ഉണ്ടാവും. ഈ ഗ്രന്യൂൾസ് ആണ് നമ്മൾ സൈമോജൻ ഗ്രന്യൂൾസ് എന്ന് വിളിക്കുന്നത്. എൻഡോക്രൈൻ പോർഷൻ സെക്രീറ്റ്സ് ഹോർമോൺസ്. 2 ഹോർമോൺസ് ആണുള്ളത്, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൻ. ഈ ഇൻസുലിനും ഗ്ലൂക്കഗനും സെക്രീറ്റ് ചെയ്യുന്ന ടിഷ്യൂസിന് സെൽസിനാണ് നമ്മൾ പാൻക്രിയാറ്റിക് ഐലറ്റ്സ് എന്ന് വിളിക്കുന്നത്. പാൻക്രിയാറ്റിക് ഐലറ്റ്സ് ഓർ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും. ഓക്കെ, സോ പാൻക്രിയാറ്റിക് ഐലറ്റ്സ് സെക്രീറ്റ് ഹോർമോൺസ്, അസിനാർ സെൽസ് സെക്രീറ്റ് എൻസൈംസ്. കൺഫ്യൂസ് ആകരുത്. എക്സോക്രൈൻ പോർഷൻ അസിനാർ സെൽസ് എൻസൈം. എൻഡോക്രൈൻ പോർഷൻ പാൻക്രിയാറ്റിക് ഐലറ്റ്സ് ഹോർമോൺസ്. അതേപോലെ തന്നെ പാൻക്രിയാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പാൻക്രിയാസിന്റെ 99% എക്സോക്രൈൻ ടിഷ്യൂ ആണ്. സോ 99% ഓഫ് ദി പാൻക്രിയാസ് ഇസ് എക്സോക്രൈൻ ടിഷ്യൂ. അപ്പൊ ഏറ്റവും കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള എൻസൈംസ് ആണ്. ഓരോ ദിവസവും അറൌണ്ട് 1200 to 1500 milliliter പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് നമ്മുടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത്. 1200 to 1500 ml of pancreatic juice per day is secreted. Islets എടുക്കുകയാണെങ്കിൽ this is the pancreas. പാൻക്രിയാസിന്റെ ടെയിൽ റീജിയൻ, ഈ ഒരു ചെറിയ ഭാഗത്താണ് നമ്മുടെ എൻഡോക്രൈൻ ടിഷ്യൂസ്. എൻഡോക്രൈൻ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ പാൻക്രിയാറ്റിക് ഐലറ്റ്സ്. ഇവിടെ ഈ ഒരു ചെറിയ ഭാഗത്താണ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ബാക്കി ഈ ഭാഗം മൊത്തം നമ്മുടെ എക്സോക്രൈൻ പോർഷൻ ആണ്. ഓക്കെ, so pancreatic islets are relatively concentrated in the tail of the pancreas. Head is more exocrine. Exocrine head region ലാണ്, tail region pancreatic islets ആണ് ഉള്ളത്. പിന്നെ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസ് എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതായത് എക്സോക്രൈൻ സെക്രീഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെക്രീഷൻസും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫങ്ഷൻസും ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് അത് ആൽക്കലി ആണ്. അതായത് നമ്മുടെ ഡൈജഷന്റെ pH റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ന്യൂട്രലൈസസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്റ്റമക്കില് ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റമക്കില് ഡൈജഷൻ നടക്കണമെങ്കിൽ സ്റ്റമക്കിൽ കുറച്ച് അസിഡിക് ആയിട്ടുള്ള pH ആണ് വേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് എത്തുമ്പം ഡൈജഷൻ നടക്കണമെങ്കിൽ നമുക്ക് അവിടെ ആൽക്കലി pH ആണ് വേണ്ടത്. അപ്പം നമ്മുടെ സ്റ്റമക്കിൽ വരുന്ന ഫുഡിലുള്ള ഈ ആസിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൻക്രിയാസ് എന്ത് ചെയ്യുന്നത്? സോഡിയം ബൈകാർബണേറ്റ് സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പാൻക്രിയാസ് കുറച്ച് വേറെയും കുറച്ച് സാധനങ്ങൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ റെഫർഡ് ടു ആസ് സൈമോജൻസ്. സൈമോജൻസ് എന്ന് വെച്ചാൽ എൻസൈംസിന്റെ ഇനാക്റ്റീവ് ഫോമിലാണ്. 7 മണിക്ക് ഒരു ലൈവ് ഉണ്ടായിരുന്നേ, അപ്പൊ 7 മണിക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യോ? ഓ ഷുവർ. ഞാൻ ഈ ഒരു ടേബിൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സോ സൈമോജൻസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ എൻസൈംസിന്റെ ഇനാക്റ്റീവ് ഫോം, ആക്ടിവേറ്റ് ആയിട്ടില്ല. ഈ സൈമോജൻസിന് ഡൈജഷൻ ചെയ്യാൻ പറ്റില്ല, ഡൈജസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനാക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം അങ്ങനത്തെ 3 സൈമോജൻസ് ആണ് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ ആൻഡ് പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. അപ്പൊ ഈ സൈമോജൻസ് ഓൺ ആയിട്ടില്ല, ഓൺ ആയാൽ മാത്രമേ അത് ഡൈജസ്റ്റ് ചെയ്യുള്ളൂ. ട്രിപ്സിനോജന്റെ ആക്റ്റീവ് ഫോം ആണ് ട്രിപ്സിൻ. ഈ ട്രിപ്സിൻ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യും. ആക്റ്റീവ് ഫോം ആണ് കൈമോട്രിപ്സിൻ. അതായത് ആ സൈമോജന്റെ പേരിൽ നിന്നാണ് ആ ഓജൻ എന്ന് പറഞ്ഞ സഫിക്സ് ഉള്ളത്. അത് റിലീസ് ഒഴിവാക്കിയായിട്ട് ട്രിപ്സിൻ കിട്ടി. ഇപ്പൊ ട്രിപ്സിൻ ഇസ് ആൻ ആക്റ്റീവ് ഫോം. അതേപോലെ തന്നെ കൈമോട്രിപ്സിനോജൻ അതിന്റെ ആക്റ്റീവ് ഫോം ആണ് കൈമോട്രിപ്സിൻ, അതും പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. പ്രോ കാർബോക്സി പെപ്റ്റിഡേസിന്റെ ആക്റ്റീവ് ഫോം ആണ് കാർബോക്സി പെപ്റ്റിഡേസ്. നമ്മൾ പ്രോ ഫോം ആ ഒരു പ്രിഫിക്സ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ അതിന്റെ ആക്റ്റീവ് ഫോം ആണ് കാർബോക്സി പെപ്റ്റിഡേസ്. അത് പെപ്റ്റൈഡ്സിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യും. അതായത് ഏറ്റവും വലിയ മോളിക്യൂൾസ് ആണ് പ്രോട്ടീൻ,
പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെപ്റ്റൈഡ്സ് കിട്ടും. ഈ പെപ്റ്റൈഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബോക്സി പെപ്റ്റൈഡ്സ് ഒക്കെ ഉള്ളത്. പിന്നെ അത് കൂടാതെ വേറെയും കുറെ എൻസൈംസ് ഉണ്ട്. പാൻക്രിയാറ്റിക് അമൈലേസ് എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യും. പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആണ് ഡൈജസ്റ്റ് ചെയ്യുക. പിന്നെ അത് കൂടാണ്ട് ന്യൂക്ലിയേസസ് ഉണ്ട്, അതായത് നമ്മുടെ DNA RNA ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. DNA RNA എന്നൊക്കെ പറയുന്നത് ഏറ്റവും ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ്. അപ്പം RNA ഓർ റൈബോ ന്യൂക്ലിയിക് ആസിഡ് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈബോ ന്യൂക്ലിയേസ്, DNA ഓർ ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിയോക്സി റൈബോ ന്യൂക്ലിയേസ്. ക്ലിയർ? These are the exocrine secretions of pancreas. Sodium bicarbonate neutralizes HCl. Zymogens, these are converted into active digestive enzymes after secretion. ഇതിനെ ആക്റ്റീവ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഇതിന് എൻസൈം ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. Then other enzymes, pancreatic amylase, pancreatic lipase, ribonuclease and deoxyribonuclease. So ക്ലാസ്സിൽ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ പാൻക്രിയാസ് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റൈഡ്സ് ഈ 3 സാധനത്തിന് ഇനാക്റ്റീവ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് ആക്റ്റീവ് ആക്കണം അല്ലെങ്കിൽ ഓൺ ആക്കണം. അതിന് വേണ്ടിയിട്ട് അതൊരു ഫ്ലോ ചാർട്ട് സൈക്കിൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പാൻക്രിയാസ് ട്രിപ്സിനോജനെ റിലീസ് ചെയ്തു. ട്രിപ്സിനോജനെ റിലീസ് ചെയ്യുമ്പോൾ ഡുവഡീനത്തിലുള്ള സെല്ലുകൾ ഒരു എൻറ്ററോപെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ സെക്രീറ്റ് ചെയ്യും. എൻറ്ററോപെപ്റ്റിഡേസ് ആരാ റിലീസ് ചെയ്യുന്നത്? ഡുവഡീനം. ഈ എൻറ്ററോപെപ്റ്റിഡേസ് ആണ് ട്രിപ്സിനോജനെ ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. So trypsin is converted into trypsin by enteropeptidase. Enteropeptidase റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഡുവഡീനൽ ബ്രഷ് ബോർഡർ സെൽസ് ആണ്. എന്നിട്ട് ട്രിപ്സിൻ ആണ് കൈമോട്രിപ്സിനോജനെയും പ്രോകാർബോക്സി പെപ്റ്റിഡേസിനെയും ആക്റ്റീവ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ട്രിപ്സിൻ കൺവേർട്സ് കൈമോട്രിപ്സിനോജൻ ഇൻടു കൈമോട്രിപ്സിൻ. അതേപോലെ തന്നെ പ്രോകാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കുന്നതും ട്രിപ്സിൻ ആണ്. ഇത് മറന്നു പോകരുത്. ഇസ് ദിസ് ക്ലിയർ? ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934 വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025 കൂടി നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രം കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.